നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ ടീമിൽ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ. ജയേഷ്, ഈ ടീമിൽ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് ഏകദിന പരമ്പര നേരത്തെ T20ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു. ഏകദിന പരമ്പരയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ വീണ്ടും കളിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ടീമിൽ ചില സർപ്രൈസുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അപ്പോൾ എന്തായിരിക്കും അങ്ങനെയുള്ള സർപ്രൈസുകൾ? ഉറപ്പായിട്ടും കാരണം 2020 അതായത് ഏകദിന മത്സരത്തിന് ശേഷമാണ് 5 മത്സരങ്ങളുടെ 2020 പരമ്പര നടക്കുന്നത്. പക്ഷേ ലോകകപ്പിലേക്കുള്ള സ്ക്വാഡ് കൂടി പ്രഖ്യാപിക്കാനുള്ളത് കൊണ്ടാണ് T20 ടീമിനെ ആദ്യം പ്രഖ്യാപിച്ച് ഏകദിന ടീമിൻ്റെ പ്രഖ്യാപനം അല്പസമയം ഒന്ന് വൈകിപ്പിച്ചത്. അപ്പോൾ ശനിയാഴ്ച നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന് തൊട്ടു മുന്നോടിയായിട്ട് കോച്ച് ഗൗതം ഗംഭീറുമായിട്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല്, ഒപ്പം സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായിട്ട് അജിത് അഗാർക്കർ, ചീഫ് സെലക്ടർ ഒരു വീഡിയോ കോൺഫറൻസ് വഴി യോഗം ചേർന്ന ശേഷമായിരിക്കും ടീമിനെ പ്രഖ്യാപിക്കുക. ഗില്ല് റിട്ടേൺസ് അതിനാണ് പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ഗില്ല് ഏകദിന ടീമിലേക്ക് തിരിച്ചു വരുന്നു. നമുക്കറിയാം T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് അദ്ദേഹം പുറത്തായി കഴിഞ്ഞു. കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും പരിക്കുകൾ കാരണം പിന്നെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിൽ പിന്നീട് KL രാഹുലായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യ പരമ്പര 2-1 വിജയിക്കുകയും ചെയ്തു. ഗില്ല് തിരിച്ചു വരുന്നുള്ളതാണ്. ഗില്ലിന് ഇപ്പോൾ ഒരു പിടിവള്ളി ഫോർമാറ്റ് കൂടിയാണിത്. കാരണം ഫോമിൻ്റെ പേരിൽ അദ്ദേഹത്തെ T20 വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നത് അതേക്കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയും ചെയ്തതാണ്. അപ്പോൾ ഗില്ല് ക്യാപ്റ്റനായി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ വൈസ് ക്യാപ്റ്റനായിരുന്ന ശ്രേയസ് അയ്യർ ടീമിലുണ്ടാവില്ല. അദ്ദേഹത്തിന് ഫിറ്റ്നസ് ഇപ്പോഴും പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയൻ സീരീസിനുണ്ടായിരുന്നു അദ്ദേഹത്തിന് പരിക്ക് പറ്റി. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയൊക്കെ പുറത്തായിരുന്നു. സർജറിയൊക്കെ ശേഷം അദ്ദേഹം ബാംഗ്ലൂരിലെ സെൻറ്റർ ഓഫ് എക്സലൻസിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ശരീരഭാരം ക്രമാതീതമായി കുറയുന്നതായിട്ട് 6 കിലോയിലേറെ കുറഞ്ഞ് ഒരു അത്തരത്തിലുള്ളൊരു ഫിറ്റ്നസ് പ്രോബ്ലം ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ളൊരു രോഗാവസ്ഥയാണ്. അതെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി ശാരീരികക്ഷമത വീണ്ടെടുക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം വിജയഹസാരയിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും ഡോക്ടർമാരും BCCIയും വിലക്കിയിട്ടുണ്ട്. കുറച്ചധികം കൂടി റെസ്റ്റ് ചെയ്ത ശേഷം മാത്രം കളിക്കളത്തിലേക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും KL രാഹുലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും ടീം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പോലെ തന്നെ സർപ്രൈസ് ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഒന്ന്, ജസ്പ്രീത് ബുംറയ്ക്കും ഹർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം അനുവദിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇതിനുശേഷം ഒരു 5 T20 മത്സരം ഈ മാസം തന്നെ നടക്കാനുണ്ട്. 31 അവസാനം T20. അതിനുശേഷം തന്നെ ഫെബ്രുവരി 7 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വർക്ക് ലോഡ് ഇപ്പോൾ താരങ്ങളോട് 2 വിജയ് ഹസാരെ കളിച്ചാൽ മതി എന്നുള്ളതാണ് വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള ന്യൂസിലൻഡിനെതിരായ T20 സ്ക്വാഡിലുള്ള ഇന്ത്യൻ താരങ്ങൾക്ക് BCCI കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അത്തരത്തിൽ 2 വിജയ് ഹസാരയാണെങ്കിൽ വിജയ് ഹസാരെ കളിച്ച് പിന്നീട് ഏകദിനവും കളിച്ച് T20യും കളിച്ച് ലോകകപ്പിലേക്ക് ഒരുങ്ങുമ്പോഴേക്ക് പരിക്കുൾപ്പെടെയുള്ള സാധ്യതകൾ, വർക്ക് ലോഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു T20 സ്ക്വാഡിലുണ്ടായിരുന്ന ഭൂരിപക്ഷം താരങ്ങൾക്കും വിശ്രമം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ടീം പ്രഖ്യാപനമായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഹർദിക് പാണ്ഡ്യയും ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയ്ക്കും വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്, റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ആ സാഹചര്യത്തിൽ മുഹമ്മദ് ഷമി തിരിച്ചു വരുമെന്നുള്ളൊരു വലിയ വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ക്രിക്കറ്റ് നിരീക്ഷകരും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ഷമി നമുക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അന്ന് അദ്ദേഹം 6 മത്സരത്തിൽ നിന്ന് 9 വിക്കറ്റ് എടുത്തു. അതിന് തൊട്ടു മുമ്പ് നമുക്കറിയാം ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച താരമായിരുന്നു. 24 വിക്കറ്റുകളുമായി ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു. ആദ്യത്തെ 4 മത്സരം കളിക്കാതെയാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിൻ്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റ സാഹചര്യത്തിൽ മാത്രമാണ് ഷമിയെ പരീക്ഷിച്ചത്. പിന്നീട് പരിക്കുൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹത്തിനെ കഴിഞ്ഞ 2-3 സീരീസുകളിൽ പരിഗണിച്ചിരുന്നില്ല. ഓസ്ട്രേലിയൻ സീരീസിലും സൗത്ത് ആഫ്രിക്കൻ സീരീസിലേക്കും അദ്ദേഹം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും തഴയുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ ബംഗാളിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നു. സയ്യിദ് മുഷ്താഖ് അലിയിൽ അപ്പോൾ പിന്നീട് രഞ്ജിയിൽ 20 വിക്കറ്റുകൾ 4 മത്സരത്തിൽ നിന്ന് അദ്ദേഹം നേടുകയുണ്ടായി. ഫിറ്റ്നസ്സായിരുന്നു പ്രശ്നം പറഞ്ഞിരുന്നത്. പക്ഷേ 204 ഓവറുകൾ അദ്ദേഹം ഈ ഒരു ഡൊമസ്റ്റിക്കിൽ മാത്രം എറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കണക്ക് കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫിറ്റ്നസ് പ്രോബ്ലമൊക്കെ മറികടന്നുകൊണ്ട് വിക്കറ്റുകൾ നേടുന്നുണ്ട്. റൺസ് വഴങ്ങുന്നുണ്ടെങ്കിലും ക്രൂഷ്യൽ വിക്കറ്റുകൾ നേടാൻ ക്ഷമ എടുക്കണം. മാത്രമല്ല ഈ ICC ടൂർണമെൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് അത് വേറെ തന്നെ
തന്നെയാണ്. ബുംറയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ICC ടൂർണമെൻറ്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഷമിയുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. ICC ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പേസറും അദ്ദേഹമാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു അദ്ദേഹം സഹീർ ഖാനെ മറികടന്നുകൊണ്ട് ആ നേട്ടത്തിലേക്ക് എത്തിയത്. ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ 3 ലോകകപ്പ് ഏകദിന ലോകകപ്പിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 2015, 19, 23 ഈ 3 ലോകകപ്പുകളിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമാണ്. കഴിഞ്ഞ ലോകകപ്പിലെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഷമി പക്ഷേ ഈ അഗാർക്കറുമായിട്ടുള്ള ഒരു പ്രശ്നം, അവർക്കിടയിൽ ഒരു മഞ്ഞുരുകൽ നടന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നുന്നു. അത് അദ്ദേഹം സെലക്ഷൻ കമ്മിറ്റിക്കെതിരെയൊക്കെ തുറന്നു പറഞ്ഞു. അതൊരു മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവനയൊക്കെ നടത്തിയത്. അപ്പോൾ ലൈം ലൈറ്റിലുള്ള ഒരു പ്ലെയർ അസോസിയേഷനെതിരെ ബോർഡിനെതിരെയൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അത് വലിയ രീതിയിൽ താരത്തെ ബാധിക്കുമെന്നുള്ളത് കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ഉണ്ടാകുന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും. അത് ആത്യന്തികമായിട്ട് ബാധിക്കുക പ്ലെയറിനെ തന്നെയാണ്. പക്ഷേ എന്തായാലും നേരത്തെ MS സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മഞ്ഞുരുക്കൽ അഗാർക്കറുമായി ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷം 10 മാസമായി ഉണ്ടാവും. കാരണം കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. അത്തരത്തിലൊരു 10 മാസത്തിന് ശേഷം ഷമി തിരിച്ചു വരുന്നു എന്നുള്ളൊരു വലിയ പോയിന്റ് ആയിരിക്കും. ഒപ്പം തന്നെ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം കൊടുത്ത് ഷാർദുൽ ഠാക്കൂറിനെ കൊണ്ടുവരുമെന്നുള്ളൊരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. ഠാക്കൂർ 2023 അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. അത്തരത്തിൽ 2 വർഷത്തിന് ശേഷം വരിക. അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ മുംബൈയുടെ ക്യാപ്റ്റനാണ്. ഡൊമസ്റ്റിക്കിൽ ഗംഭീരമായ പെർഫോമൻസ് ആണ് നടത്തുന്നത്. ലിസ്റ്റയിൽ മികച്ച റെക്കോർഡുകൾ ഷാർദുലിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഡൊമസ്റ്റിക്കിൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഷാർദുലിനും അത്തരത്തിലൊരു നറുക്ക് വരാൻ വലിയ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗില്ല് മടങ്ങി വരുന്നു, ഷമി വരുന്നു, ഒപ്പം തന്നെ ഷാർദുൽ വരുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് ആരെ പരിഗണിക്കുമെന്നുള്ള കാര്യം, ഒന്ന് KL രാഹുൽ വിക്കറ്റ് കീപ്പർ, വൈസ് ക്യാപ്റ്റൻ പ്ലസ് വിക്കറ്റ് കീപ്പർ തന്നെയായിരിക്കും. സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് 3 താരങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് ധ്രുവ് ജുറേലുണ്ട്, ഋഷഭ് പന്തുണ്ട്, ഇഷാൻ കിഷനുണ്ട്. അതിൽ ഇഷാൻ കിഷനെ ആയിരിക്കും കൂടുതൽ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, ജാർഖണ്ഡിന് വേണ്ടി സമാനതകളില്ലാത്ത പെർഫോമൻസാണ് അദ്ദേഹം നടത്തുന്നത്. ക്യാപ്റ്റനായി ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചു. സയ്യിദ് മുഷ്താഖ് അലിയിലെ ടോപ്പ് സ്കോററായി. ഇപ്പോൾ വിജയസാരയിൽ ഒരു മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടുകയുണ്ടായി. ഓപ്പണിങ്ങിൽ തിളങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ 6ാം നമ്പറിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സ്ലോട്ടിലേക്കും കിഷാൻ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ഇഷാൻ കിഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല ബോർഡുമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. ന്യൂസിലൻഡിനെതിരെ T20 പരമ്പരയിലൊപ്പം തന്നെ ലോകകപ്പ് സ്ക്വാഡിലേക്കും അദ്ദേഹത്തെ നേരിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു 2 വർഷത്തിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലേക്ക് നേരിട്ട് ഒരു താരത്തെ ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എൻ്റെ അറിവിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഒരു സംഭവം ഇഷാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷാൻ കിഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെ പരിഗണിക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത്, ഒരു കാലത്ത് 3 ഫോർമാറ്റിലേക്കും ഇന്ത്യ കണ്ടിരുന്ന വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിൻ്റെ സേവനം ടെസ്റ്റിൽ മാത്രമായിട്ട് ഒതുങ്ങും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. MSK എങ്ങനെയാണ്? ഇതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഷമിയുടെ റിട്ടേൺ തന്നെയാണ്. ഷമി തിരിച്ചെത്തുകയാണെങ്കിൽ ഇപ്പോഴും അതായത് സാധ്യതകളാണ് അതിൽ. പിന്നെ ഷമി തിരിച്ചെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതൊരു വലിയൊരു മൈലേജ് തന്നെയായിരിക്കും. കാരണം ബുംറയുടെ അഭാവത്തിൽ അങ്ങനെയുള്ളൊരു വെറ്ററൻ താരം ഇന്ത്യക്ക് അത്യാവശ്യമാണ്. പിന്നെ ഷമി എന്ന് പറയുമ്പോൾ ഈ ICC ടൂർണമെന്റുകളിൽ നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ്. ഷമിയുടെ ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പല സമയങ്ങളിലും ഇതുപോലെ കംബാക്ക് നടത്തിയിട്ടുണ്ട്. മുമ്പുള്ള കംബാക്ക് നമുക്കറിയാം 2016, 17 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹസിൻ ജഹാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. ആ ഒരു വൈവാഹിക പ്രശ്നങ്ങളൊക്കെ വരുന്നു, വിവാഹമോചനം വരുന്നു. ആ സമയത്ത് ഷമി ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് എത്തുകയാണ്. അതിനുശേഷം പിന്നീട് 2019 ലോകകപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ടീമിലേക്ക് എത്തുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. 2019 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിൽ ടെസ്റ്റ്, ഏകദിനം എന്നീ ഈ 2 ഫോർമാറ്റിലും ഏറ്റവും മികച്ച രീതിയിൽ ബുംറയ്ക്കൊപ്പം തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ച താരമായിരുന്നു ഷമി. ഷമിയുടെ അതിനും ഒരു 20 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ വരവും ഭയങ്കര കൗതുകമുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഈഡൻ ഗാർഡൻസ് ഉണ്ടല്ലോ, ഈഡൻ ഗാർഡൻസിൻ്റെ തൊട്ടടുത്തൊരു ഡൽഹൌസി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ഒരു ക്രിക്കറ്റ് ക്ലബ്ബ്. അവിടുത്തെ സെക്രട്ടറി അദ്ദേഹം ഈ കളി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പയ്യൻ അതിവേഗതയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റു ബാറ്റർമാർക്ക് പോലും തൊടാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പന്തുകൾ സ്വിങ് ചെയ്യുന്നു, വളരെ മികച്ച രീതിയിൽ ബൗൾഡ് ആക്കുന്നു. അയാൾ അപ്പോൾ തന്നെ ഈഡൻ ഗാർഡൻസിലെ ഈ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയുടെ നുബൻ ചക്രവർത്തിയുടെ വീട് ഇതിനടുത്താണ്, ഈ ഈഡൻ ഗാർഡൻസിനടുത്താണ്. അതായത് ഡൽഹൌസി ക്ലബിൻ്റെ അടുത്താണ്. അദ്ദേഹം അപ്പോൾ തന്നെ ഈ ഡൽഹൌസി ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്ന കക്ഷി ഈ
ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പിന്നെ സെക്രട്ടറികളിൽ ഒരാളെ വിളിച്ചിട്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ ഒരു അത്ഭുതം കാണാം എന്ന് പറയുന്നു. അപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ 2 ഡിസ്റ്റൻസ് അവർക്ക് വരാനുള്ളത്. അദ്ദേഹം ഈ കളി കാണാൻ വേണ്ടി ചെല്ലുന്നു. നോക്കുമ്പം അവിടെ ഷമി എന്നുള്ളൊരു ചെറുപ്പക്കാരൻ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അത് ഈ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ടീമിലേക്ക് എത്തുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച എന്നുള്ളത് ഭയങ്കര ചരിത്രമായിട്ടുള്ള വളർച്ചയാണ്. ആ സമയത്ത് തന്നെ പ്രചരിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം പിന്നെ ബിരിയാണി ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഷമി. അപ്പം വിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഷമി നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പിന്നെ ടീം പിന്നെ ബോൾ ഓവർ കൊടുക്കാറുള്ളത്. ഷമി കൃത്യമായിട്ട് ഒരു വിക്കറ്റും 2 വിക്കറ്റും ഒക്കെ എടുത്തിട്ട് അന്നത്തെ ബിരിയാണി കറക്റ്റായിട്ട് അദ്ദേഹം പിന്നെ അവിടെ സെറ്റാക്കി വെച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു കഥയുണ്ട്. അപ്പം ഷമി തിരിച്ചെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗംഭീറിനും അഗാർക്കറിനും ഒക്കെയുള്ള അവരവസാനം കീഴടങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഷമിയെ പിന്നെ പല പരമ്പരകളിലും പിന്നെ അവർ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല. അവസാനം ഷമിയിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നുള്ളതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീഴടങ്ങൽ ഒരുപാടുണ്ട്. ഇപ്പോൾ റോക്കോയുടെ കാര്യത്തിൽ അവർ വെട്ടാൻ പരമാവധി നോക്കി, ഡൊമസ്റ്റിക് കളിപ്പിക്കാൻ നോക്കി, ഡൊമസ്റ്റിക്കിൽ തിളങ്ങുന്നു, ഇന്റർനാഷണൽ തിളങ്ങുന്നു, വേറെ റാങ്കിങ്ങിൽ 1-2 സ്ഥാനത്തെത്തിക്കൊണ്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ വെട്ടാൻ കഴിയില്ല എന്നുള്ള സൂചന നൽകുന്നു. അതെ, അതേപോലെ തന്നെ ഒരു സഞ്ജു സാംസൺ ഒരുപാട് വെട്ടാൻ നോക്കി, ഒരു തരത്തിലും നടക്കുന്നത് മാത്രമല്ല അവരുടെ മാനസപുത്രൻ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ അത്തരത്തിൽ വെട്ടാൻ നോക്കുന്നവരെല്ലാം ശക്തിയോടെ തിരിച്ചു വരുന്നു. യൂട്ടേണുകൾ ഒരുപാട് അടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ അഗാർക്കറിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെയും അതുപോലെ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ. അപ്പോൾ ഷമിയെ ഇനി വേണ്ട, അല്ലെങ്കിൽ വെറ്ററൻ താരമാണ്, 35 വയസ്സിലധികം പ്രായമായി, ഇനി അദ്ദേഹത്തിന് ഒരു ബാല്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിക്കുന്നത്. ഷമിയെക്കുറിച്ച് ഗവാസ്കറൊക്കെ മുമ്പ് പറഞ്ഞത് മാൽക്കം മാർഷലിനെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നതെന്നാണ്. അതായത് ആ ഒരു ചീറ്റയെ പോലെ എറിയുന്ന ഷമിയാണ് നമ്മൾ 2023 ലോകകപ്പിലും 2019 ലോകകപ്പിലൊക്കെ കണ്ടത്. അപ്പോൾ ഷമി തിരിച്ചെത്തുകയാണെങ്കിൽ അതൊരു കൃത്യമായ ഈ ഒരു യു ടേൺ തന്നെയാണ്. പിന്നെയുള്ളത് ഇഷാൻ കിഷൻ്റെ തിരിച്ചുവരവാണ്. ഇഷാൻ കിഷൻ തിരിച്ചു വരികയാണെങ്കിലും അത് തീർച്ചയായിട്ടും പിന്നെ ഈ ഋഷഭ് പന്തിൻ്റെ അവസാനമാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ ഇഷാൻ കിഷൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ 33 പന്തിലൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു സെഞ്ചുറി അടിച്ചതാണ്. അപ്പം അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊസിഷനും അദ്ദേഹം സാധാരണ ഓപ്പണറായി ഇറങ്ങുന്ന അദ്ദേഹം കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് ആ ഒരു പൊസിഷൻ, അതായത് ശ്രേയസ് അയ്യർ ഉണ്ടാവാൻ സാധ്യതയില്ല, മധ്യനിരയിൽ ഒരു ലെഫ്റ്റ് വേണമെങ്കിൽ എന്നെ ഉപയോഗിക്കാം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മധ്യനിരയിലേക്ക് ഇറങ്ങിയതും ആ സമയത്ത് 33 പന്തിൽ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് പിന്നെ ഞാൻ ഫോമിലാണ് എന്ന് തെളിയിച്ചത്. അപ്പം അതും ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ശ്രദ്ദുൽ താക്കൂറിന് എന്തിനാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ശ്രദ്ദുൽ താക്കൂറിന് നമ്മൾ പാണ്ഡ്യയില്ല, പക്ഷെ പാണ്ഡ്യ ഇല്ലാത്ത സമയത്ത് പാണ്ഡ്യക്ക് പകരം ഒരിക്കലും ശ്രദ്ദുൽ താക്കൂർ ആവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടത്. കാരണം പാണ്ഡ്യ എന്നുള്ളത് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു ബാരിയർ, അത് ഒരുപാട് മുകളിലാണ്. കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും. പക്ഷേ പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ പാണ്ഡ്യ ഇല്ലാത്ത ഒരു പൊസിഷനിൽ അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ശ്രദ്ദുൽ താക്കൂറിന് ആ ഒരു വലിയൊരു വിടവാണ്. ആ ഒരു വിടവ് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ വിഷയമാണ്. പാണ്ഡ്യക്ക് വേണമെങ്കിൽ ഇതിലെ ഒരു കാരണം പാണ്ഡ്യ ഇക്കഴിഞ്ഞ കുറേ കാലമായിട്ട് പിന്നെ റെസ്റ്റിൽ തന്നെ ആയിരുന്നു. കഴിഞ്ഞ T20 പരമ്പരയിലാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഇഞ്ചുറി കൺസേൺ അധികം ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം നമ്മളൊരു മാച്ച് വിന്നർ തന്നെയാണ്, T20-യിലെ MVP ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് മത്സരങ്ങൾ കളിപ്പിച്ചൊരു ഇഞ്ചുറി കൺസേൺ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നത്. ഇതൊക്കെ നമ്മുടെ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും വീണ്ടും ശ്രദ്ദുൽ താക്കൂറിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. കാരണം ശ്രദ്ദുൽ താക്കൂർ നമ്മൾ പലവട്ടം ഉപയോഗിച്ചതാണ്. 2019, 20, 21, 23 വരെയൊക്കെ ഉപയോഗിച്ചതാണ്. വീണ്ടും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പാണ്ഡ്യക്ക് പകരക്കാരനായിട്ട് ഒരു ഓൾറൗണ്ടറെ, അതായത് ഒരു ബോളിംഗ് ഓൾറൗണ്ടറെ, പേസ് ബോളിംഗ് ഓൾറൗണ്ടറെ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് അവിടെ നിയലിക്കുന്നുണ്ട്. പിന്നെ ഋഷഭ് പന്തിന്റെ കരിയർ എൻഡാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം 3 ഫോർമാറ്റിലും ഒരുപോലെ നമ്മൾ ധോണിയുടെ പകരക്കാരനായിട്ട് കണ്ട ഒരു താരമാണ് ഋഷഭ് പന്ത്. അദ്ദേഹം തുടക്കകാലത്തിൽ നമുക്കറിയാം, പിന്നെ അദ്ദേഹം ഈ ധോണി ഉള്ള സമയത്ത് തന്നെ 2019 ലോകകപ്പിലൊക്കെ ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തണം. അതായത് ആ സമയത്ത് അദ്ദേഹം IPL ആക്രമണാത്മകമായ ഇന്നിങ്സുകൾ കളിക്കുന്നു, അഗ്രസീവായി കളിക്കുന്നു. ആ സമയത്ത് പിന്നെ ഒരു 360 ടൈപ്പിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഋഷഭ് പന്തിനെയാണ് നമ്മൾ കണ്ടത്. ആ സമയത്ത് തന്നെ ധോണിക്ക് പകരക്കാരൻ ഇദ്ദേഹം എന്ന രീതിയിൽ എല്ലാവരും കണ്ടിരുന്നു. 2019 ലോകകപ്പിന് ശേഷം ധോണി ഒരു വലിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. അദ്ദേഹം വിരമിക്കുന്നു എന്നും പറയുന്നില്ല, അടുത്ത പരമ്പരകളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ആ സമയത്താണ് ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൽ സജീവമായത്. ആ സമയത്ത് ഋഷഭ് പന്ത് എപ്പോഴെങ്കിലും ഫോം ഔട്ടായാൽ ധോണി വിരമിക്കാത്തത് കൊണ്ട് തന്നെ ഇയാൾ എന്തിനാണ് ധോണിയെ തിരിച്ചു കൊണ്ടുവരൂ എന്നുള്ള മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളൊക്കെ ഗാലറിയിൽ നിറഞ്ഞു നിന്നൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പിന്നെ നമ്മുടെ ഗാബ ടെസ്റ്റും അതുപോലെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് സീരീസൊക്കെ വരുന്നത്. ടെസ്റ്റിൽ ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാനാണ് ഋഷഭ് പന്ത്. അതായത് ധോണി
നേടിയതിനേക്കാളും ഒരുപാട് പിന്നെ റൺസും ഒരുപാട് ഇമ്പാക്റ്റും ഉണ്ടാക്കിയതാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ സെഷൻ കൊണ്ട് തന്നെ കളിയെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ഇന്ന് നമ്മളിപ്പോൾ വീരേന്ദ്ര സെവാഗിനെയും അല്ലെങ്കിൽ എ ബി ഡിവിലിയേഴ്സിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് പിന്നെ ഒരു പക്ഷേ വീരേന്ദ്ര സെവാഗ് കഴിയുകയാണെങ്കിൽ ഒറ്റ സെഷനിൽ ഒരു കളിയുടെ രീതി തന്നെ ടെസ്റ്റിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് ഋഷഭ് പന്ത്. അദ്ദേഹം ഏത് സമയത്ത് വേണമെങ്കിലും അഗ്രസീവായി കളിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഗ്രസീവായി കളിക്കുന്നു. സ്റ്റുപ്പിഡ് എന്നുള്ള പിന്നെ വിമർശനങ്ങൾ നേരിടുന്ന കളിയാണ് അദ്ദേഹം. പിന്നെ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള കളികളും കാഴ്ചവെക്കും. പക്ഷേ ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളത് അഗ്രസീവ് സ്റ്റൈലിൽ കളിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ അഗ്രസീവ് സ്റ്റൈൽ അദ്ദേഹത്തിന് ഏകദിനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര കരിയറിൽ ഏകദിന കരിയറിൽ പലപ്പോഴും അദ്ദേഹത്തെക്കാൾ മികച്ച പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സ് ഉള്ളത് ഇഷാൻ കിഷൻ തന്നെയാണ്. എങ്കിൽ കൂടിയും ഋഷഭ് പന്ത് ഒരു എക്സ് ഫാക്ടറാണ്. അദ്ദേഹത്തെ ഇങ്ങനെ തഴയേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം. ഉറപ്പായിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ ടീമിലേക്ക് തന്നെ വരുമ്പോൾ, ഇപ്പോൾ പേസർമാരിലേക്ക് വരുമ്പോൾ ഷമി വരികയാണെങ്കിൽ, ബുംറ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഷമിയും സിറാജും കൂടി ഒരുമിച്ച് പന്തെറിയാനുള്ള ഒരു സാഹചര്യം അവിടെ വരികയാണ്. പിന്നീട് ഉണ്ടാവുന്ന രണ്ട് പേസർമാർ സ്വാഭാവികമായിട്ടും ഹർഷിത് റാണയും പ്രസീദ് കൃഷ്ണയുമായിരിക്കും. ഹർഷ്ദീപ് സിംഗിനെ വിശ്രമം അനുവദിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അദ്ദേഹം T20 ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രസീദ്, ഹർഷിത്, ഷമി, സിറാജ് ഇവർ 4 പേരുമായിരിക്കും പേസർമാർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹർഷിതാണ് ഒരു ഈ ഗംഭീർ എറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ്. നമ്മളിപ്പോൾ RK ലക്ഷ്മണന്റെ ഒക്കെ ഇല്ലൊക്കെ സെക്കൻഡാ, RK നാരായണന്റെ ഒക്കെ കാർട്ടൂണുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു ക്യാരക്ടർ എപ്പോഴും എല്ലാത്തിലും ഒരാളൊരു സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ആ ഫോട്ടോ ആ ക്യാരക്ടർ എപ്പോഴും അയാളുടെ കാർട്ടൂണിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഏത് ടീം എടുക്കുകയാണെങ്കിലും ഹർഷിത് റാണ അവിടെ ഉണ്ടാകും. ഉറപ്പായിട്ടും. അപ്പോൾ ഇനി സ്പിന്നർമാരിലേക്ക് നോക്കുമ്പോൾ ജഡേജ ഒന്നുണ്ടാവും. അതിൽ കുൽദീപ് ഉണ്ടാകുമോ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രവി ബിഷ്ണോയ്ക്കൊരു സാധ്യതയും കാണുന്നുണ്ട്. ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു രീതിയിലായിരിക്കും. പിന്നെ ബാറ്റിംഗ് നമുക്കറിയാം ആ ഒരു ഓർഡർ തന്നെയായിരിക്കും. ഇപ്പോൾ രോഹിത് അവിടെയുണ്ട്, ജയ്സ്വാള് അദ്ദേഹം T20 ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വൺഡേയിൽ അദ്ദേഹം പ്ലേസ് ഉള്ള താരമാണ്, ഉറപ്പുള്ള താരം തന്നെയാണ്. ജയ്സ്വാൾ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച താരമാണ്. അതെ. ഒപ്പം ഋതുരാജ് ഗെയ്ക്വാദ് കിട്ടിയ അവസരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മുതലാക്കിയ താരമാണ്. ഗെയ്ക്വാദ് ഉൾപ്പെടെയുള്ള താരങ്ങളുമായിരിക്കും. അപ്പോൾ അതായിരിക്കും ഏകദേശം ഒരു ടീം സർപ്രൈസുകളും ഒപ്പം തന്നെ ഒഴിവാക്കപ്പെടാൻ അല്ലെങ്കിൽ വിശ്രമം അനുവദിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 3 മണിയോടുകൂടിയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. എംഎസ്കെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയാണ്. അതായത് ഷമി റിട്ടേൺസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷമി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ദുൽ താക്കൂറിനെയും അതുപോലെ തന്നെ ഇഷാൻ കിഷനെയും ഇന്ത്യ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം രോക്കോ മറ്റു സ്പിന്നേഴ്സ് ഒക്കെ ഉള്ളൊരു ഗിൽ റിട്ടേൺസ് എന്നുള്ള രീതിയിലുള്ളൊരു ടീമായിരിക്കും. അപ്പോൾ ശനിയാഴ്ച നാളെ ഈ ടീം പ്രഖ്യാപിക്കാനിരിക്കെ ആരൊക്കെയാവും ഇത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.